ഭക്തി കൊണ്ട് വിശ്വരൂപ ദർശനം കിട്ടുമെന്ന് പറയുന്നു ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാ ഭക്തിയുള്ള ഒരുപാട് പേരില്ലേ ഭക്തന്മാർ. അപ്പോൾ എല്ലാവർക്കും വിശ്വരൂപ ദർശനം കാണാൻ പറ്റുന്നുണ്ടോ? പൂർണ്ണമായും കർമ്മം ഭഗവാനിൽ അർപ്പിച്ച് ഭക്തിയോടെ നീങ്ങുന്നവർക്കാണ് വിശ്വരൂപ ദർശനം ലഭിക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അവിടെ ഭക്തിയുടെ ഒരു വിശേഷണം കൂടെ പറയുന്നുണ്ട്. അനന്യമായ ഭക്തി കൊണ്ട് എന്നെ ആശ്രയിക്കുന്നവർ, ഭഗവാനെ മാത്രം പൂർണ്ണമായിട്ടും ഭക്തിയുള്ളവരെന്ന് പറയുന്നത്. ഇവിടെ നമ്മളിവിടെ വിശ്വരൂപ ദർശനം അനന്യമായ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അത് മനസ്സിലാക്കണം. കാരണം നമ്മൾ സാധാരണ വിശ്വരൂപ ദർശനം കാണാൻ നമ്മൾ പടങ്ങളൊക്കെ കാണാറുണ്ട്. ഭഗവാൻ കുറേ തലകളും കൈകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പടങ്ങളെ കാണാറുണ്ട്. അപ്പോൾ വിശ്വരൂപ ദർശനം കൊണ്ട് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം അമ്മ പറയാറുണ്ട്, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, ഒന്നാണ്. അപ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ നമ്മൾ നാനാത്വം കാണുന്നുണ്ട്, അനവധി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, ഒരേ ശക്തിയേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും എല്ലാ വസ്തുക്കളോടും എല്ലാ വ്യക്തികളോടും എല്ലാ സാഹചര്യങ്ങളോടും നമുക്കൊരു ഭക്തിഭാവം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഒരു പൂജയായിട്ട് മാറും. ഈശ്വരന് പൂജ ചെയ്യുന്ന പോലെ വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യും. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണെന്ന് നമുക്ക് അനുഭവത്തിൽ കിട്ടുന്നത്. ദർശിക്കാൻ പറ്റുമെന്ന് നമുക്ക് അനുഭവം ഉണ്ടാകുക എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വിശ്വരൂപ ദർശനം എന്നുള്ള ആശയം നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.